ഭാരത് മാതാക്കി എന്ന് പറയുമ്പോൾ അത് സംഖ്യയാണ്, ചാണകമാണ്, കോണകാണെന്ന് പറയാതെ ഒരു കോൺഗ്രസ് ഒരു കമ്മ്യൂണിസ്റ്റ്, വീണ്ടും കോൺഗ്രസ് പിന്നെയും കമ്മ്യൂണിസ്റ്റ്. എന്താണ്? എല്ലാവരും വിവരമുള്ള ആളുകളല്ലേ നിങ്ങളൊക്കെ. ഇപ്പോ ഈ രാജ്യത്ത് താമസിക്കുന്നവരെല്ലാവരും അങ്ങനെ വേണം. അല്ല, അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെങ്കിൽ അവന് ഉൾക്കൊള്ളാൻ പറ്റുന്ന രാഷ്ട്രത്തിലേക്ക് പോട്ടെ. കൊടിയുടെ നിറം നോക്കണ്ട, ഒരു സ്ഥാനാർത്ഥിയാവട്ടെ, അവൻ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJP നോക്കണ്ട. പ്രിയമുള്ളവരെ, നമസ്കാരമുണ്ട്. ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്, നിലമ്പൂർ ശ്യാം സുന്ദർ. എൻ്റെ പ്രിയ സുഹൃത്തെ ഷുഹൈബ് സ്നേഹാലയം. ഞങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത് അത്ര വലിയ രസിക്കുന്ന വാർത്തകളോ അല്ലെങ്കിൽ വീഡിയോ അല്ല. പലർക്കും അരോചകമായി തോന്നാം. ഒരു പക്ഷേ കേരളത്തിൽ അല്ലെങ്കിൽ എല്ലാ മലയാളികൾക്കും ഇതൊരു അരോചകമായ വീഡിയോ ആയിട്ട് തന്നെ തോന്നും. എന്നാലും പറയാതിരിക്കാൻ വയ്യ, ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. കാരണം ഞങ്ങൾ ഒരു രാഷ്ട്രീയക്കാരല്ല, പ്രത്യേകിച്ച് ഞാൻ ആരുടെയും രാഷ്ട്രീയപരമായ രീതിയിൽ ആരുടെയും മൂട് താങ്ങി നടക്കുന്ന ഒരു വ്യക്തികളല്ല. ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കുകയും സ്വതന്ത്രമായി നടക്കുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഈ ഭാരതഭൂമി അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ഇന്ന് ശ്രീ നരേന്ദ്രമോദിയുടെ കൈകളിൽ സുരക്ഷിതമാണ്. രാഷ്ട്രീയമല്ല, മതമല്ല, ജാതിയല്ല, സംഘടനയല്ല, സത്യമാണ് പറയുന്നത്. ഈ നരേന്ദ്രമോദിയുടെ ഈ സുശക്തമായ ഭാരതത്തെ വീണ്ടും പിളർത്തി കള്ളന്മാരും കൊള്ളക്കാരും കൊലപാതകികളും അല്ലെങ്കിൽ അഴിമതിക്കാരും കൂട്ടിക്കൊടുപ്പുകാരും എല്ലാം ചേർന്ന മഹാസഖ്യത്തിനൊന്നും തന്നെ ഈ ഒരു നല്ലൊരു ഭാരതം സൃഷ്ടിക്കാൻ ഈ ജന്മത്തിൽ സാധിക്കില്ല. എല്ലാവർക്കും കൈയിട്ട് വാരാം, എല്ലാവർക്കും. അതുകൊണ്ട് എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ച് എനിക്ക് ഹിന്ദുക്കളോടാണ് പറയുന്നത്, ഹിന്ദുക്കളോട് എന്ന് പ്രത്യേകിച്ച് പറയട്ടെ. കാരണം കമ്മ്യൂണിസം എന്ന തുരുമ്പെടുത്ത പ്രത്യയശാസ്ത്രത്തിൽ അന്ത്യനിദ്ര കൊള്ളുന്ന ഒരു വിഭാഗം ഹിന്ദുക്കളുണ്ട്. രാഷ്ട്രീയമല്ല, ഭക്തി എന്താണ്, കുറി എന്താണ്, ബഹുമാനം എന്താണ്, നാമജപം എന്താണ്, ഒന്നും അറിയാത്ത ഒരു പാവം പെട്ട ഒരു വിഭാഗം ജനങ്ങൾ. ഇവരെ നേർവഴിക്ക് നയിക്കേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുന്നു. ഭാരതീയ ജനതാ പാർട്ടി കോൺഗ്രസ് മുക്ത ഭാരതം എന്നും കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ളത്, എല്ലാ രാഷ്ട്രീയത്തിനും അതിൻ്റേതായുള്ളൊരു മഹത്വമുണ്ട് തുടക്കത്തിൽ. ആ തുടക്കത്തിലുള്ള മഹത്വമല്ല എല്ലാ രാഷ്ട്രീയവും ഇന്ന് കൊണ്ടാടുന്നത്. സ്വന്തം രാജ്യത്തിൻ്റെ നിലനിൽപ്പും അഖണ്ഡതയും പവിത്രതയും കാത്തു സൂക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ വളരെ കുറവാണ്. അവനവനെ കാശ് ഉണ്ടാക്കാനുള്ള ഒരു വേദി മാത്രമാണ് പലർക്കും രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. അക്രമത്തിൻ്റെയും അഴിമതിയുടെയും ഒരു സുരക്ഷാ കവചമാണത് ഈ നിയമങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടിയല്ല, ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഈ വയനാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. ഇത് MP ആവാനും MLA ആവാനും മന്ത്രി ആവാനും പ്രധാനമന്ത്രി ആവാനൊന്നല്ല, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും അത് പ്രചരിപ്പിക്കാൻ വേണ്ടി. ഒരുപക്ഷെ ആ വോട്ട്, എൻ്റെ വോട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. അത് ഒരുപക്ഷെ എൻ്റെ പ്രിയ സ്നേഹിതൻ ഷുഹൈബിൻ്റെ വോട്ട് എനിക്ക് കിട്ടുമായിരിക്കാം, എൻ്റെ ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും കിട്ടുമായിരിക്കാം, എന്നെ ആശ്രയിച്ച് കഴിയുന്ന ഒട്ടനവധി ആദിവാസി മേഖലയിലെ സഹോദരങ്ങളുടെ വോട്ട് എനിക്ക് കിട്ടിയേക്കാം. എന്തോ ആവട്ടെ, ഞാൻ സ്വതന്ത്രനാണ്. ഈ വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. കൂടാതെ നിലമ്പൂര് സ്നേഹാലയം എന്ന കൊച്ചു സ്ഥാപനത്തിൻ്റെ സഹായം ഇത് നിലനിൽക്കുന്നതന്നെ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയക്കാരുടെയും എല്ലാ മതസ്ഥരുടെയും എല്ലാ ജാതിക്കാരുടെയും സംഘടനയുടെയും ഔദാര്യം തന്നെയാണ്. എന്നിരുന്നാലും പറയാതിരിക്കാൻ വയ്യ, എല്ലാവരുടെയും മനസ്സിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലുന്ന ഒരു വ്യക്തിയാണ് ഈ നരേന്ദ്രമോദി ഭാരതം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് അല്ലാതെ ആർക്കും
ഈ രാജ്യത്തെ സുരക്ഷാ കവചം തീർക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയില്ല. എവിടെയും അഴിമതി, എവിടെയും അക്രമം, എവിടെയും എനിക്ക് സ്വാർത്ഥത. നരേന്ദ്രമോദി കല്യാണം കഴിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുട്ടികളില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പണത്തോടുള്ള ആർത്തി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അത് ഇദ്ദേഹത്തെ പോലൊരു നല്ലൊരു നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എനിക്ക് കിട്ടാൻ കാരണം. നമ്മൾക്കെല്ലാവർക്കും, ഓരോ മുസൽമാനും ഓരോ ക്രിസ്ത്യാനിക്കും ഓരോ ഹിന്ദുവിനും അഭിമാനിക്കാം നരേന്ദ്രമോദിയെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം ഒരു നരസിംഹമൂർത്തിയാണ്. ഷുഹൈബ് സംസാരിക്കും. ശ്യാമിൻ്റെ അഭിപ്രായങ്ങൾ ശ്യാം പറയുക, ഇതൊരു ചർച്ചയാണ്. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുക, എൻ്റെ വിനീതമായ അഭിപ്രായം. ഇപ്പം നരേന്ദ്രമോദി ആണെങ്കിലും അദ്ദേഹം വിഭാഗം ചെയ്യുന്ന BJPക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, കമ്മ്യൂണിസത്തിനൊരു രാഷ്ട്രീയമുണ്ട്, ലീഗിനൊരു രാഷ്ട്രീയമുണ്ട്. എന്താണ് ഇവരുടെ രാഷ്ട്രീയം? അവർക്ക് അവരുടേതായ ഒരു കമ്മ്യൂണിറ്റി. ഇപ്പോൾ BJPക്ക് ഒരുപാട് ആളുകൾ RSS, അവരുടെ ചിന്താഗതി അങ്ങനെയാണ്. ലീഗുകാരുടെ ചിന്താഗതി അങ്ങനെയാണ്. കമ്മ്യൂണിസത്തിന് അവരുടെ കുറച്ച് ആളുകൾ. എന്നാൽ ബോലോ ഭാരത് മാതാ കി ജയ്, ഭാരതം ജയിക്കട്ടെ. എൻ്റെ പ്രിയ കുഞ്ഞാക്ക എല്ലാ പ്രസംഗത്തിലും അവസാനം പറയുന്നതാണിത്. എല്ലാ കാര്യത്തിലും ജയ് ഹിന്ദ്, ജയ് ഭാരത്, ഭാരതം ജയിക്കട്ടെ എന്നിവിടെ പറയാൻ ഗാന്ധി കോൺഗ്രസ്സുകാർക്ക് കഴിയുള്ളൂ. ഇന്നത്തെ കോൺഗ്രസ്സുകാർക്ക് അതിന് കഴിയില്ല. അതുകൊണ്ട് ഇന്നത്തെ കോൺഗ്രസ്സുകാരൊക്കെ അധികാരത്തിൽ ഏൽപ്പിച്ചാൽ ഓരോ കോൺഗ്രസ്സുകാരനും ഓരോ ഗ്രൂപ്പാണ്, 10,000-കണക്കിന് ഗ്രൂപ്പുകളാണ്. സ്വന്തം നേതാവ് പൊന്തുന്നത് തൊട്ടപ്പുറത്തും നിൽക്കുന്ന അണികൾക്ക് താല്പര്യമില്ല. ഇങ്ങനത്തെ ഒരു കോൺഗ്രസ്സാണ്. അതുകൊണ്ട് ഇവരെ അധികാരം ഏൽപ്പിച്ചാൽ ഒരു 8 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി ഇവരൊന്നും ഭരിച്ച കാലല്ലത്. ഇനി അവർക്ക് അധികാരം വന്നാൽ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് സുധാകരനാണ്, ഗാന്ധിസൊന്നും അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് എല്ലാവരും കണക്കാണ്. കോൺഗ്രസ്സുകാരങ്ങളെ വിജയിപ്പിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ബദൽ പാർട്ടികൾ, നന്മ പാർട്ടികൾ ആരാണെങ്കിലും അവരിൽ നന്മയുണ്ടോ എന്ന് നോക്കിയാൽ മതി. അത് മാത്രം. കൊടിയുടെ നിറം നോക്കണ്ട, ഒരു സ്ഥാനാർത്ഥിയാവട്ടെ, അവൻ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJPയോ നോക്കണ്ട, സ്വതന്ത്രനായിക്കോട്ടെ. അവർ നാടിനും നാട്ടുകാർക്കും വേണ്ടി പ്രിയങ്കരനാണോ, കൊടിയുടെ നിറം നോക്കാതെ നിങ്ങൾ വോട്ട് ചെയ്യുക. ഈ വരുന്ന ഇലക്ഷന് എല്ലാവരും രാഷ്ട്രീയ പാർട്ടികൾക്കല്ല വോട്ട്, വ്യക്തികൾക്ക്. അവൻ കോൺഗ്രസ് ആവാം, കമ്മ്യൂണിസ്റ്റ് ആവാം, BJP ആവാം, ലീഗ് ആവാം, സ്വതന്ത്രനാവാം. നല്ലവനെ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ സ്നേഹിക്കുകയും സഹായിക്കുകയും കൂട്ടിപ്പിടിക്കുന്ന നല്ല ആളുകൾക്ക് വേണ്ടി മാത്രമായിരിക്കട്ടെ നമ്മുടെ വിലയേറിയ ഓരോ വോട്ടും. മാത്രം വോട്ട് ചെയ്യുക. ഒരുപാട് ആൾക്കാർ നിൽക്കും, അവരിൽ നന്മയുണ്ടോ എന്ന് മാത്രം നോക്കുക. അങ്ങനത്തെ ആളുകളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനത്തെ കള്ളുകൂടി വ്യഭിചാരം ഒന്നുമില്ലാത്ത നല്ല ആളുകൾ അവർ വരികയാണെങ്കിൽ നാട് നന്നാവും. അതുകൊണ്ട് എല്ലാവരും പരിഗണിക്കേണ്ടത് ഈ ഇലക്ഷനിൽ നല്ല വ്യക്തികൾ, അവർ ഇനി ആരെങ്കിലും നല്ല വ്യക്തികൾ പോയി രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലെ എല്ലാവരും തിരുത്തിയിട്ട് അതിന് നിൽക്കരുത് എന്ന് പറയണം. അതാണ് ഇപ്പൊ കാരണം ജാതി, എൻ്റെ ജാതിക്കാരൻ്റെ വോട്ട്, എൻ്റെ ജാതിക്കാരനെ രക്ഷിക്കാൻ എൻ്റെ മതസ്ഥനാണ്, എൻ്റെ മതത്തിനെ ഞാൻ കൂട്ടിപ്പിടിക്കും. എൻ്റെ മതമല്ലാതെ ഒരു മതത്തെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുപോലെ എൻ്റെ ദൈവത്തെ അല്ലാതെ ഞാൻ അന്യ ദൈവത്തെ ഞാൻ ആരാധിക്കുകയില്ല, ആദരിക്കുകയില്ല, ഞാൻ ചെവി കൊടുക്കുക പോലുമില്ല എന്നൊക്കെ പറയുന്ന മൂഢന്മാരായ തെമ്മാടികൾക്ക് ആർക്കും വോട്ട് ചെയ്ത് കൊടുക്കരുത്. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്ന ഒരു ലവ് പാർട്ടികൾ, ആ പാർട്ടി, അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ വോട്ട് കൊടുക്കാവൂ. ഞങ്ങളുടെ വിലയേറിയല്ല, ഞങ്ങളുടെ എളിയ അഭിപ്രായങ്ങളാണ് ഇതെല്ലാം. കാരണം ഞങ്ങൾ സ്വതന്ത്രരാണ്. അങ്ങനെ ആര് തീരുമാനിച്ച് രംഗത്ത് ഇറങ്ങിയാലും അവരെ കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കുക. അവർ നല്ല ആളുകളാണോ നോക്കുക. അവരൊരു പാർട്ടിയിലും പെടാതെ രക്ഷിക്കണം. കാരണം പാർട്ടിയിൽ പെട്ടാലും ഒരു കേടരും, അത്രേ ഉള്ളൂ. നല്ല വ്യക്തികൾ, ആളുകൾ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ ഇപ്പോൾ ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. എന്തറിയോ, രാഹുൽ ഗാന്ധി ഞങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്, സ്വതന്ത്രമായ അഭിപ്രായങ്ങളാണ്. അദ്ദേഹം നല്ല മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരൊന്നും നല്ലതല്ല. കള്ളും പെണ്ണും പൈസയ്ക്ക് വേണ്ടി നടക്കുന്ന ആളുകളാണ് ഒന്നത്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാവട്ടെ, VS അച്യുതാനന്ദനെ പോലെ, ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കളല്ല ഇന്ന്. അദ്ദേഹം ഒരു അമ്പലം പൊളിക്കാനോ അയ്യപ്പനെ തോണ്ടാനൊന്നും പോയിട്ടില്ല. അതുപോലെ തന്നെ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല.
അക്രമം അഴിച്ചുവിട്ടില്ല, ആദ്യം തല അറുത്തു കൊടുത്തില്ല, വെടിവാൾ കൊണ്ട് വെട്ടിക്കൊന്നില്ല, ബോംബ് എറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ നല്ല വ്യക്തികൾക്ക് മാത്രം, കാരണം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും എനിക്കൊരു ആശങ്കയുണ്ട്. കാരണം കമ്മ്യൂണിസം എന്ന തുരുമ്പെടുത്ത പ്രത്യയശാസ്ത്രത്തിൽ അന്ത്യനിദ്ര കൊള്ളുന്ന ഹിന്ദുക്കളെ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. കാലം മാറണ്ടേ? നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല ചികിത്സ, നല്ല പാർപ്പിടം, അന്തസ്സായ ജീവിത രീതിയല്ലേ വേണ്ടത് നമുക്ക്. അല്ലാണ്ട് വെറുതെ നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടി അടിയറ വെച്ച് ജീവിതം നശിപ്പിക്കരുത്. ഇപ്പോ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ വിചാരിക്കുന്നത് ഞങ്ങളെ ഇതുകൊണ്ടാണ് വോട്ട് കിട്ടുന്നതെന്നും എല്ലാം ചിന്തിക്കണം. അല്ല, വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് തരികയാണ്. നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്, മാറി മാറി വരികയാണ്. ഇത് തന്നെ സർക്കിള്. മൂന്നാം മുന്നണി വരണം കേരളത്തിൽ, മൂന്നാം മുന്നണി വരണം. അത് സ്വതന്ത്രരാവട്ടെ, അല്ലെങ്കിൽ 2020 പാർട്ടിയോ ആം ആദ്മി പാർട്ടിയോ BJPയോ അവസരം കൊടുക്കൂ, അവര് ഭരിക്കട്ടെ. അല്ലാണ്ട് ഈ ഒരു കോൺഗ്രസ് ഒരു കമ്മ്യൂണിസ്റ്റ്, വീണ്ടും കോൺഗ്രസ് പിന്നെയും കമ്മ്യൂണിസ്റ്റ്, എന്താണ്? എല്ലാവരും വിവരമുള്ള ആളുകളല്ലേ നിങ്ങളൊക്കെ. ഇപ്പോ BJP ആയാലും ഇപ്പോൾ നരേന്ദ്രമോദിന്റെ കാര്യത്തിൽ ചില ഗുണങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഓല അവരെ കമ്മ്യൂണിറ്റിക്കും വേണ്ടിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് BJP അല്ല വേണ്ടത്, നല്ല മനുഷ്യന്മാര്, അവർക്ക് മനുഷ്യർ എന്ന് ചിന്തിക്കുന്ന ആളുകൾ. ബോലോ ഭാരത് മാതാ കീ ജയ്, ഭാരത് മാതാ കീ എന്ന് പറയുമ്പോ അത് സംഖ്യയാണ്, ചാണകമാണ്, കോണകാണെന്ന് പറയാതെ ആ ദേശത്തിന്റെ, രാജ്യത്തിന്റെ, രാഷ്ട്രത്തിന്റെ ആ ഒരു ചൈതന്യത്തെ ഉൾക്കൊള്ളുന്നവരായിരിക്കണം. അത് ഈ രാജ്യത്ത് താമസിക്കുന്നവരെല്ലാവരും അങ്ങനെ വേണം. അല്ല, അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെങ്കിൽ അവന് ഉൾക്കൊള്ളാൻ പറ്റുന്ന രാഷ്ട്രത്തിലേക്ക് പോട്ടെ. ജനങ്ങളെ സേവിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ വിളിച്ചു പറയാൻ കഴിയുള്ളൂ ബോലോ ഭാരത്. അതായത് എല്ലാവരും, അവർക്ക് ഇവരെ കമ്മ്യൂണിറ്റി ഇല്ല. അങ്ങനത്തെ ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുപോവാതെ നല്ല ആളുകളെ, പാർട്ടി വേണമെന്നില്ല വിജയിക്കാൻ. കാരണം 70% 80% ആളുകളാണ് ഈ ഭാരതഭൂമിയിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ. അതുകൊണ്ട് തന്നെ അത് മുസ്ലിം രാഷ്ട്രമാണെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് മുസ്ലിം രാഷ്ട്രമാവണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിരിക്കണം. അല്ലെങ്കിലോ ഇവിടുത്തെ സംസ്കാരങ്ങളും ആചാരങ്ങളും എല്ലാം കൂട്ടിക്കലർത്തി നോക്കുമ്പോൾ ഇതൊരു ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളമല്ല, ഇന്ത്യ എന്ന ഭാരതഭൂമി. അതുകൊണ്ട് തന്നെ ഹിന്ദു രാഷ്ട്രമാണിത് എന്ന് പറയുന്നതിൽ എന്തിനാണ് വേദനിക്കുന്നത്? കാരണം ഇവിടുത്തെ മുൻ കാലഘട്ടങ്ങളിലെ തക്ഷശിലയാവട്ടെ, നളന്തയാവട്ടെ, ഇവിടെയൊക്കെ പഠിച്ച പല വേദങ്ങളും ഗ്രന്ഥങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം നോക്കുമ്പോൾ ഇതൊരു ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാണ് ആയിരുന്നു. അപ്പോൾ സത്യം ആരാണോ പറയുന്നത്, നല്ലത് ആരാണോ പറയുന്നത്, അത് ആര് തന്നെ ആയിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, അതിനെ അനുകൂലിക്കുക, അതിനെ നമ്മൾ അതായത് എതിർക്കുകയല്ല വേണ്ടത്. ഇതിൽ ഏറ്റവും വലിയ, ഇന്നലെ ഇപ്പോൾ കോഴിക്കോട് എവിടെ പോരുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് മൈതാനി എന്ന് ഉറക്കെ ബാബറി മസ്ജിദിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു സംഗീത കാര്യങ്ങളും ഇതൊക്കെ കേട്ടു. യഥാർത്ഥത്തിൽ പല മസ്ജിദുകളും ലോകത്തുണ്ട്. അള്ളാനെ ആരാധിക്കുന്ന മസ്ജിദുകളാണെങ്കിൽ അള്ളാന്റെ പേരിലാണ് വരേണ്ടത്, ബാബറി മസ്ജിദ് എന്നുള്ള പേരില്ല. അപ്പോൾ പിന്നെ മസ്ജിദുർ റഹ്മാൻ, അങ്ങനെ പല പേരുകൾക്കും പിന്നെ പള്ളികൾക്കും പല പേരുകളുണ്ടാവും. അത് അള്ളാഹുവിലേക്ക് നാമം ചാർത്തിയുള്ള പള്ളികളാണ്. ബാബറി മസ്ജിദ് പറഞ്ഞാൽ ബാബറിനെ ഓർക്കാൻ ഉണ്ടാക്കിയൊരു പള്ളി മാത്രമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ പേര് അങ്ങനെ ആവണമെന്നില്ല. ഈ ഭാരതഭൂമിയിലെ ഒരു മുസൽമാൻ അവരുടെ കൂട്ടായ്മയിൽ അവർ സ്വന്തമായി പണി കഴിപ്പിച്ച ഒരു പള്ളി ഒരു ഹിന്ദു അത് കയ്യേറിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രം പണിതാൽ അത് ചേറ്റത്തരമാണ്. ഏവനായാലും, ഏത് ഹിന്ദു ആയാലും, ഏത് സംഘടനയായാലും വേണ്ടില്ല, അതുപോലെ ആയിരിക്കണം. ഇവിടെ എല്ലാ പള്ളികളിൻ്റെ അടിയിൽ ക്ഷേത്രം ഉണ്ടെങ്കിൽ അത് ക്ഷേത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് ഉണ്ടാക്കണമെന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. അന്നത്തെ എന്താ വെച്ചാൽ അന്ന് ബാബറിന്റെ അധിനിവേശമാണ്. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന ഭാരതഭൂമിയിലെ എല്ലാ മുസൽമാനും, എല്ലാ ഹിന്ദുക്കളും, എല്ലാ ക്രിസ്ത്യാനികളും സഹോദര്യത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ സ്നേഹിച്ച്, സഹായിച്ച്, സഹകരിച്ച് സന്തോഷിക്കുക. നമ്മൾക്ക് നമ്മുടെ പിതാമഹന്മാർ, പൂർവികർ തന്ന ഒരു സംസ്കാരം, ആചാരം, മതമുണ്ട്. ആ മതം വ്യതിചലിക്കാനുള്ളതല്ല, മതം ആചരിക്കാനുള്ളതാണ്. അതിൻ്റെ ഇടയിൽ മാറാനോ മാറ്റാനോ ഉള്ളതല്ല എന്ന സത്യം മനസ്സിലാക്കുക. ഒക്കെ എല്ലാവരും സ്നേഹത്തോടെ ജീവിക്കുക, പരസ്പരം സഹായിക്കുക. ഭൂമിയിൽ സമാധാനമാണ് മതം, അതാണ് ഇസ്ലാം. ഗോഡ് ഇസ്ലാം. നമസ്കാരം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ.